അച്ഛാ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ? പോയിട്ട് വാ. ദീപാരാധന കഴിഞ്ഞാൽ ഉടനെ ഇങ്ങ് വരില്ലേ? വരും. മോളെ സാവിത്രി, മോളെ മോളെ. എന്താടാ? എന്താ അമ്മേ? മോളെ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം. ദേ, ജയരാമന്റെ കാര്യം നോക്കിക്കോണേ. അമ്മ ധൈര്യത്തോടെ പോയിട്ട് വാ. എന്റെ ഏട്ടന്റെ കാര്യമല്ലേ, അത് ഞാൻ നോക്കിക്കൊള്ളാം. നിന്നേക്കാൾ ഉത്തരവാദിത്വത്തോടെ ഇവൾ നോക്കിക്കൊള്ളു. ആ ചെറുപ്പത്തിൽ ചേട്ടന്റെ അടുത്തുനിന്ന് ഇവൾ മാറില്ലായിരുന്നു. അതെ, ഇടയ്ക്കിടയ്ക്ക് ചായ ചോദിക്കുന്ന എന്റെ രാമഭദ്രൻ ഭർത്താവും ഇവിടില്ല. ഞാൻ സ്വസ്ഥം. പിന്നെ ഏട്ടന്റെ കാര്യം നോക്കുന്നത് എനിക്കെന്താ? രാമഭദ്രൻ എന്ന് വരും മോളെ. ആ, ബിസിനസ് ആവശ്യത്തിന് പോയിരിക്കല്ലേ അച്ഛൻ. ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞത് അടുത്ത ആഴ്ച വരുമെന്നാ. എന്നാ ഞങ്ങൾ പോയിട്ടരാ അമ്മായി. ആ അതെ, നീ ദേവിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോ എന്റെ കാര്യം കൂടെ പുള്ളിക്കാരോടൊന്ന് പറഞ്ഞേക്കണേ. ഉറപ്പായിട്ടും. അതിനെന്താ സംശയം? വാ മോളെ. ആ നിക്ക് നിക്ക്. അല്ല, കുഞ്ഞിനെ കൊണ്ട് എന്തിനാ പോകുന്നത്? കുഞ്ഞിനെ എങ്ങ് തന്നേച്ചു പോ, ഞാനും അച്ഛനും കൂടെ കളിപ്പിച്ചോളാം. അതെ, വല്ലപ്പോഴും എനിക്കും താമോളെ. ഞാനൊന്നുമില്ലല്ലോ, അതിന്റെ അച്ഛമ്മയല്ലേ. ആ അച്ഛമ്മ. ആ എന്തു പറ്റി? എന്താ മീനാക്ഷി? അല്ലമ്മായി, വൈകമോളെ അമ്മായിയുടെ കൈ തന്നിട്ട് പോണെന്ന് തന്നെയാ ഞാൻ കരുതിയത്. പക്ഷേ എന്തു പക്ഷേ? പക്ഷേ അമ്മായിയുടെ കണ്ണൊന്ന് തെറ്റിയ പരുന്ത് റാഞ്ചു പോലെ അവൾ വന്ന് റാഞ്ചിക്കൊണ്ട് പോവും കുഞ്ഞിനെ. ആ മൈഥിലി മൈഥിലി മാങ്ങാത്തൊലിയൊന്നും വന്ന് കുഞ്ഞിനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. അവിടെ ചെകിടി ഞാൻ അടിച്ചു പൊളിക്കും കുഞ്ഞിനെ തൊട്ടാ. കുഞ്ഞിനെ ഞാൻ എടുത്തോളാം. അവള് വിറയ്ക്കും എന്നോട് കുഞ്ഞിനെ ചോദിക്കാൻ. കുഞ്ഞിനെ അതിന്റെ മുത്തച്ഛനും അച്ഛമ്മയും കൂടി നോക്കിക്കോളും മീനാക്ഷി. കുഞ്ഞിനെ കൊടുത്തേക്ക്. ഇഞ്ഞ് താമോളെ. ഓ, ഒച്ചമ്മയുടെ പൊന്നു വന്നേടാ മുത്തേ. ഇച്ചടാ ഇങ്ങട് വാട തക്കട് മുത്തേ. ഒച്ചമ്മയുടെ പൊന്നല്ലേ. ഇച്ചടാ. അയ്യോ, ഒച്ചമ്മയുടെ പൊന്നല്ലേ, അച്ഛമ്മയുടെ മുത്തല്ലേ. നിങ്ങൾ പോയച്ചു. ആ അലവലാതി മൈഥിലി പോയിട്ട് ഒരു കൊതുകിന്റെ നിഴല് പോലും എന്റെ കുഞ്ഞിന്റെ മേൽ വീടില്ല. ഇപ്പഴാ ഒരമ്മയുടെ മനസ്സിലെ വാത്സല്യത്തിന്റെ വിങ്ങല് എനിക്ക് മനസ്സിലാവുന്നത്. പാവേ എഞ്ചോടാ ചക്കരേ. അച്ഛമ്മ പൊന്നേ. കിഴക്കു കിഴക്കൊരാന പൊന്നണിഞ്ഞു നിൽക്കണ്. ആലവട്ടം വെഞ്ചാമരം താലി പീലി നെറ്റിപ്പട്ടം. എങ്ങനെയുണ്ട് പാട്ട മുത്തശ്ശന്റെ? എന്റെ കുഞ്ഞിനെ എന്നെ അടുപ്പിക്കാതെ അവര് കളിപ്പിക്കുന്നു. ഇത് ഞാൻ സമ്മതിക്കില്ല. അച്ഛാ, നെല്ലിക്കോളം പോന്ന ഈ സാധനം മഹാവികൃതിയാ കേട്ടോ. നിന്റെ അല്ലേ കൊച്ചുമോള്? ഓ, നീ ചെറുപ്പത്തിൽ എന്ത് വികൃതിയായിരുന്നോ? ആണോ? കരച്ചിലൊന്ന് തുടങ്ങിയാൽ നിർത്തുവോ? നിന്റെ കരച്ചിലിന്റെ ശല്യം കാരണം പലവട്ടം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്.
ആ അച്ഛമ്മ പൊന്നേ ആയിരം കണ്ണുമാ കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നതെന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി പൈങ്കിളി മലർത്തേൻ കിളി ഉച്ചടോ മുത്തശ്ശന്റെ ചിങ്കുടി പൊന്നാരേ മുത്തശ്ശിയുടെ മുത്തേ രാമഭദ്രൻ അച്ഛന്റെ തക്കുടു അച്ഛാ ഞാനുമായിട്ട് ഒത്തിരി സാമ്യല്ലേ നമ്മുടെ വൈകം നോക്ക് പിന്നെ നിന്റെ ഡിറ്റോയാ ആ നിന്റെ കണ്ണുകളും നിന്റെ മൂക്കും ആ ചിരിയും എല്ലാം അതേപടി കുഞ്ഞിന് കിട്ടിയിട്ടുണ്ട്. ആണോ ഒറ്റമ്പട് പൊന്നേ പക്ഷേ കൈയും കാലും ഒക്കെ കാർത്തിയുടെ പോലെ തന്നെയാ ആ ഇത് നമ്മുടെ കുഞ്ഞ് തന്നെയാ ചെമ്പകമംഗലത്തിന്റെ ചെമ്പകപ്പൂ ആ. അല്ലടാ വാവേ വാടാ 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 ഒച്ചു മുത്ത് ഉച്ചു ഊ, ഓ, ഓ. ദേ അപ്പൂപ്പൻ. ആ അപ്പൊ ഇപ്പം വരാം കേട്ടോ. ആ. ആ ടാറ്റാ അപ്പൂപ്പന് ടാറ്റ കൊടുത്തേ ടാറ്റാ അപ്പൂപ്പ ടാറ്റാ ഒറ്റോ ആ മുത്തശ്ശിയുടെ പൊന്നേ ഇത് ഞാൻ സഹിക്കില്ല. ഇവരെന്റെ ഹൃദയത്തെ കീറി മുറിക്കുവാ. ഇവരോട് ഞാൻ പകരം വീട്ടും. വൈശാഖ് എന്ന് പറയുന്ന ആ ദുഷ്ടനെ പ്രേമിച്ചത് കാരണം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാ സൗഭാഗ്യങ്ങളും ഇല്ലാതായി. ഈ വീട്ടില് എല്ലാരും എന്നെ വെറുക്കുന്നു, അറപ്പോടെ കാണുന്നു. ഇപ്പൊ ഇതാ എന്റെ കുഞ്ഞിനെ പോലും ഒന്ന് എടുക്കാനോ ലാളിക്കാനോ അവര് സമ്മതിക്കുന്നില്ല. ഞാനിതെങ്ങനെ സഹിക്കും? ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഇതിനൊരു അവസാനം വേണം. എല്ലാത്തിനെയും ഞാൻ നശിപ്പിക്കും, പകരം വീട്ടിൽ ഞാൻ. ഇവൾക്ക് ഭ്രാന്തായിരിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടില്ലേ, അതിന്റെ ഭ്രാന്ത്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ
ചുച്ചു കുട്ടി അച്ഛമ്മ പൊന്നേ അച്ഛമ്മ തക്കടൂ തങ്കക്കുടമേ ഉറ്റുറ്റു പിടിക്കാം എഞ്ചടാ അമ്മ പൊന്നേ അച്ഛമ്മ വാവേ ആഹാ ആ ആ ഇതാ മോളെ കാപ്പി. അയ്യോ അച്ഛൻ കാപ്പി ഉണ്ടാക്കിയോ? അതെന്തിനാ അച്ഛാ? എന്നോട് പറഞ്ഞ പോരായിരുന്നോ? ഞാൻ ഉണ്ടാക്കി തരുമായിരുന്നല്ലോ. അതെന്താ, ഞാൻ ഉണ്ടാക്കിയാൽ കാപ്പിയാവില്ലേ? എന്റെ മോൾക്ക് അച്ഛനൊരു കാപ്പി ഉണ്ടാക്കി തന്നാലേ അച്ഛനല്ലേ സന്തോഷം. ദാ കാപ്പി കുടിക്കേ. നല്ല കാപ്പിയാ. ഭാവിച്ച് വേണോ? ഇച്ചു തരട്ടെ? ഇപ്പൊ കുടിക്കണ്ട, ചൂടാട്ടോ. പൊന്നേ ദാ മോളെ കാപ്പി കുടിച്ചോളൂ. അല്ല, എനിക്ക് മടിക്കണ്ട. ഒരു കാലത്ത് നീയും ഈ വീട്ടിലെ ഒരു അംഗമായിരുന്നവളല്ലേ. കുടിച്ചോളൂ. കുടിച്ചോ മോളെ. കുടിച്ചോ കുടിച്ചോ. എൻ്റെ കൊച്ചുമകനോടും എൻ്റെ കുടുംബത്തോടും ചെയ്തതിന് ഒരു ചെറിയ പ്രതികാരം. എന്തോ കുഴപ്പമുണ്ടല്ലോ. എന്താ അത്? നമസ്കാരം. ആരാ? ഹോം നേഴ്സിംഗ് കെയറിൽ നിന്ന് രാജൻ സാർ അയച്ചത് തന്നെ. ഇവിടെ ഒരു ഹോം നേഴ്സിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഓ, മനസ്സിലായി. വരൂ, കയറിയിരിക്കും. ആ ഇരിക്കും. ബെഡ് റെസ്റ്റ് കഴിയുന്ന എന്റെ മകനെ നോക്കാനാ. മോനെന്ത് പറ്റിയതാ? ഒരു ആക്സിഡന്റില് അവന്റെ നട്ടലിന് ചെറിയൊരു പരിക്ക്. ഓ, കുറച്ച് ദിവസം ബെഡ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അവന്റെ കാര്യം നോക്കാനാ ഏജൻസി മുഖേന ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്.
ഓക്കെ. ആ, എന്താ പേര്? റോബിൻ. നേഴ്സിംഗ് പാസ്സായതാണോ? അതെ, ജനറൽ നഴ്സിംഗാ. ആ ആ, ഒരു മിനിറ്റേ, ഞാൻ റോബിന്റെ ഏജൻസി ഒന്ന് വിളിച്ചോട്ടെ. ആ ശരി മാഡം. ആ ആ മേഡം, ഞാൻ റോബിൻ എന്ന പേരുള്ള ഒരു മെയിൽ നേഴ്സിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ആ വന്നു, ആൾ എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഇക്കാര്യം ചോദിക്കാനാ ഞാൻ വിളിച്ചത്. ഐഡന്റിറ്റി ഒക്കെ? അതെല്ലാം കറക്റ്റാണ് മേഡം. അതെല്ലാം അയാളുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഉം, മേഡത്തിന് പരിശോധിക്കാം. ആള് നല്ല മിടുക്കനാ. ഓക്കെ ഓക്കെ. പിന്നെ സാലറി? സാലറി ഒരു 25,000 കൊടുക്കാം മേഡം. ആ ഓക്കെ. ശമ്പളമല്ല രാജൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്കൊരാൾക്കുള്ള ഭക്ഷണം ഇവിടുന്ന് തരേണ്ടി വരും. അത് എൻ്റെ സാലറിയിൽ നിന്ന് പിടിച്ചാൽ മതി. ഒരാൾക്ക് ആഹാരം കൊടുത്തിട്ട് അതിന്റെ കണക്ക് പറയുന്നവരൊന്നും അല്ല ഞങ്ങൾ. ചമ്പകമംഗലംകാരെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. ആ, അതൊക്കെ പതുക്കെ മനസ്സിലായിക്കോളും. ഉം. മോനെ കാർത്തി, എന്റെ കൊച്ചുമകൻ ഇവിടുത്തെ ACP കാർത്തിക്. ഇപ്പൊ വരും. നമസ്കാരം. എന്താ മുത്തശ്ശി? ദാ മെയിൽ നേഴ്സ് വന്നിട്ടുണ്ട്. യുവർ നെയിം പ്ലീസ്? റോബിൻ. കമ്മിങ് ഫ്രം? നേരിങ്ങര. ഷോ മി യുവർ ID ആൻഡ് ഡോക്യുമെന്റ്സ്. ഓക്കെ. താങ്ക് യു. അപ്പോ ഇന്ന് മുതൽ ജോലിക്ക് കയറിക്കോട്ടെ അല്ലേ മോനെ? എങ്ങനെ, നിങ്ങൾ റെഡിയല്ലേ? ഞാൻ റെഡിയാണ്. എന്നാ അങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ സാർ, ഞാൻ എൻ്റെ പെട്ടി എടുത്തോണ്ട് വരട്ടെ? ഓക്കെ. ആ. ആരാ രാജലക്ഷ്മി അത്? അത് ജയരാമനെ നോക്കാൻ വന്നതാ കൈമളേട്ടാ. മെയിൽ നേഴ്സാ. മെയിൽ നേഴ്സോ? അതെ. ജയറാമിന്റെ കാര്യം നോക്കാൻ നന്ദിനി ഇവിടെ ഇല്ലേ? ഇവളുടെ മനസ്സെന്താ വീണ്ടും ഇങ്ങനെ? ഞാനിവിടെ യാതൊരു വ്യക്തിത്വവുമില്ലാതെ വെറുതെ നോക്കുകുത്തിയെ പോലെ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ചെമ്പകമംഗലത്തെ കാര്യങ്ങൾ പലതും തീരുമാനിക്കുന്നത് രാജലക്ഷ്മിയാണെങ്കിലും കുടുംബനാഥൻ എന്ന സ്ഥാനപ്പേര് എനിക്കുണ്ട്. ആ അലങ്കാരം തൽക്കാലം ഞാൻ അഴിച്ചുവെക്കുന്നു. വെറും റബ്ബർ സ്റ്റാമ്പായ എനിക്ക് എന്തിനാ അത്തരം വെളിപ്പേര്? എന്താ കൈമളേട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനും കൈമളേട്ടനും നീയും ഞാനും ഒന്ന് പറയുന്നത് പോലെ രണ്ടുപേരാണോ? ഒന്നല്ല, നമ്മൾ രണ്ടുപേരും രണ്ടാണെന്ന തോന്നൽ എനിക്കുണ്ടായിട്ട് കുറെ നാളായി. ജയരാമനെ നോക്കാനായി ഒരു മെയിൽ നേഴ്സിന് വയ്ക്കുന്ന കാര്യം രാജലക്ഷ്മിക്ക് എന്നോടും കൂടി ഒന്ന് ആലോചിക്കാമായിരുന്നു. കൈമളേട്ട നിൽക്ക്. ഇത്തരം സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞാനും കൂടി അറിഞ്ഞു ചെയ്യണമായിരുന്നു. അതല്ലേ അതിന്റെ ശരി? ഞാൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല കൈമളേട്ട. കാർത്തിമോൻ കൂടി അറിഞ്ഞിട്ടാ ഞാനിത് ചെയ്തത്. ജയരാമന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്ന നന്ദിനിയെ. ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവളാ. അവളെ അങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ കൈമളേട്ട? അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തന്നേ ഉള്ളൂ. നീ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ജനാർദ്ദന കൈമൾ, രാജലക്ഷ്മിയോട് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയെന്ന് അറിയാമോ നിനക്ക്? നിന്റെ മനസ്സിലെന്താണെന്ന്
നീ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണ്ട. അതൊക്കെ എനിക്കറിയാം. ഗണിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ചോദിക്കുന്ന എന്തിനാ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇതിലപ്പുറം വിശദീകരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ കാർത്തിമോനോട് ചെന്ന് ചോദിക്ക. അവൻ പറയും സത്യം. മോക്ക് ഇതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? ഇല്ല അച്ഛാ. കാർത്തിക് ഇതിനെപ്പറ്റി വല്യേട്ടനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്നിട്ട് അവനെന്ത് പറഞ്ഞു?